ഹലോ. കാശ് കിട്ടിയ കള്ളസാക്ഷ്യം പറയുന്ന കൃഷ്ണൻ അല്ലേ? തന്റെ മൊഴിയുണ്ടെങ്കിൽ ഏതു നിരപരാധിയെയും പോലീസിന് പ്രതിയാക്കാം. ഹരി. അതേടോ, ഞാൻ ആ ജയിലിനകത്ത് തന്നെ പണ്ടാറടങ്ങി പോകുന്നു വിചാരിച്ചുള്ളതാണ്. ഹരി, താൻ കൂടുതൽ ന്യായീകരിക്കൊന്നും വേണ്ട. അത് ഞാനൊന്നൊരു താൻ പോലീസിന് കൊടുത്ത മൊഴി കളവാണെന്നുള്ള അഫിഡവിറ്റ് നാളെ തന്നെ കോടതിയിൽ ഫയൽ ചെയ്യണം. അങ്ങനെ പറഞ്ഞ പോലീസ് എന്നെ വെച്ചേക്കില്ല ഹരി. ഇല്ലെങ്കിൽ തന്നെയും തന്റെ കുടുംബത്തിനെ പച്ചയ്ക്ക് എത്തിക്കും. എന്നിട്ട് ആരുടെ കൈ കൊണ്ട് മരിക്കണമെന്ന് താൻ തീരുമാനിക്കും. അല്ല, ഒന്ന് ചവിട്ടി വിടറോ, 11 കേസ് വിളിക്കും. അല്ല സാർ, ഒരു അടിപിടി ഉണ്ടാക്കാനായിട്ട് സാറിന് ഇത്രയും ദൂരം വരേണ്ട ആവശ്യമുണ്ടായിരുന്നു? സത്യത്തിൽ എന്താ സംഭവം? എടോ, 6 മാസം മുമ്പ് മധുരയിൽ നിന്ന് വരായിരുന്നു. കുറെ മോന്മാർ പോത്തിനെയും കാളനെയൊക്കെ ഇറക്കി റോഡ് മൊത്തം ബ്ലോക്കാക്കി. ഹോൺ അടിച്ചിട്ടൊന്നും മാറിയില്ല. ഞാൻ നല്ല തെറിയെന്ന് പറഞ്ഞു. സാറാ? ആ, പക്ഷേ യൂണിഫോമിലല്ലായിരുന്നു. അവന്മാരടുത്ത് പഞ്ഞിക്കിട്ടാണ് അല്ലേ? സാറേ, സാറിന്റെ ജാതകം ഒന്ന് തരും. എന്തിനാണോ? റിസർച്ചിന് വിടാനാ. എടാ, അയാൾ ആ ഇൻസ്പെക്ടറെ വിളിക്കുന്നുണ്ട്. സോറി. ഇൻസ്പെക്ടർ കോൾ റിജക്ട് ചെയ്തു. ₹3000 ഫൈൻ. അത് അടച്ചിട്ട് വേണം പോകാൻ. കൃഷ്ണ. എടോ ഇൻസ്പെക്ടറെ, എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് ഇപ്പൊ താൻ ഫോൺ എടുക്കുന്നില്ല അല്ലേ? ഒന്ന് തിരിച്ച് വിളിക്കടോ. ആ ഹരി എന്നെ കൊല്ലാൻ ഇറങ്ങി തിരിച്ചിരിക്കുക. ആ ഇൻസ്പെക്ടർക്ക് ഒരു വാട്സ്ആപ്പ് നമ്പർ കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് ലൂപ്പിലിട്ടേക്ക്. ഇൻസ്പെക്ടർ ദിനേശന്റെ ശ്രദ്ധയ്ക്ക്. താൻ ഏത് കോത്താഴത്ത് കിടന്ന് ഉറങ്ങുകയാണെങ്കിലും ഉടൻ വെൻഡർ കൃഷ്ണനെ വിളിക്കടോ. അയാളുടെ ജീവൻ അപകടത്തിലാണ്. താനെന്തേ കാണിക്കുന്നത്? സോറി, ഏതൊരു ഭ്രാന്തനാ. തന്നെ തൂക്കിയെടുത്ത് അകത്തിട്ട് ഞാൻ. താൻ ട്രാഫിക് പോലീസ് അല്ലേടോ? ട്രാഫിക് പോലീസ് എന്നെ എന്ത് ചെയ്യാനടോ? കൃഷ്ണൻ ലൊക്കേഷൻ മാറി. നീ രാവിലെ വിളിച്ചപ്പോ കച്ചേരിപ്പടിയായിരുന്നില്ലേ? ഇപ്പൊ മണപ്പാട്ടിപ്പറമ്പ. മണപ്പാട്ടിപ്പറമ്പ അവരെ പൊക്കാൻ ഇതിലും നല്ലൊരു ചാൻസ് കിട്ടൂല. തമിഴ്നാടിനോടിക്കാരൊക്കെ റെസ്റ്റ് എടുക്കണ സ്ഥലമാണ്. അവൻ നാട് വിടും. ഇപ്പൊ അവനെ പിടിച്ചില്ലെങ്കിൽ പിന്നെ അവനെ കിട്ടൂല. ഹരി, നീ ഇപ്പൊ പുറത്തിറങ്ങുന്നത് ഭയങ്കര റിസ്കാ. പോലീസുകാരുടെ ഗ്രൂപ്പിലൊക്കെ നിന്റെ ഫോട്ടോ ഉണ്ടാവും. ഏതൊക്കെ ഗ്രൂപ്പിൽ ഫോട്ടോ വന്നു പറഞ്ഞാലും എനിക്ക് അവനെ പൊക്കിയാലേ പറ്റുള്ളൂ. അവനെ പൊക്കിയിരിക്കും.